ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ASR ഗെയിമിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാക്ക് ഓപ്പണിങ്ങുമായിട്ടാണ്. ഇപ്പോൾ ഒരാഴ്ചയിലധികമായി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറുണ്ട്. ക്ലാസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ തിരക്കിലായിരുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത്. മൊത്തം 6 പാക്ക് ഓപ്പണിംഗ് ആണ്. 200 കോയിൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ 4 ഫ്രീ ട്രൈവ് ഉണ്ട്. 1 വേൾഡ് വൈഡാണ്. പിന്നെ 3 യൂറോപ്യൻ ചാൻസിലും ഉള്ള മൊത്തം അങ്ങനെ 6 ഉണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതാണ് നോക്കുന്നതെന്ന് വെച്ചാൽ യൂറോപ്യൻ ക്ലബ്ബാണ്. അപ്പോൾ ബെല്ലറ്റീന് എനിക്ക് കിട്ടിയാണ്. ഞാൻ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്താണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കിട്ടുമോ നോക്കാം. അപ്പോൾ ഏതായാലും കൊടുത്തു ഗൈസ്. നോ ഗൈസ്, എപ്പിക്കൊന്നുമില്ല. നോ എപ്പിക്. ഇത് ഐ തിങ്ക് 20ാമത്തെ ട്രൈ ആണെന്ന് തോന്നുന്നു ഗൈസ്. 20ാമത്തെ ട്രൈ ബേസാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത നോക്കാം. അടുത്ത 2 ഫ്രീ ട്രൈകളുണ്ട്. ഇത് തന്നെ യൂറോപ്യൻ ക്ലബിൻ്റെ തന്നെ. അപ്പോൾ ഗൈസ് നമുക്ക് അതും കൂടി നോക്കാം. എപ്പിക്ക് കിട്ടുമില്ല ഒന്നും അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ 3 ദിവസം കൂടി പാക്ക് ഉള്ളൂ ഗൈസ് ഫ്രീ ട്രൈൻ്റെ. അപ്പം നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയെന്ന് ജസ്റ്റ് ഇതായൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ടാപ്പ് ചെയ്ത് പാക്ക് അടിച്ച് നോക്കാം. ഇനി ഏതായാലും സൈൻ കൊടുത്തു ഗൈസ്. ലെറ്റ് സൈൻ ഗൈസ്. റീട്രൈ ഗൈസ്. ബഗ് അടിക്കുന്നു. ഇതിലൊന്നുമില്ല ഗൈസ്. ഒരു ഫീച്ചേർഡ് പ്ലെയറാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. റൈറ്റ് ബാക്ക് ഫീച്ചേർഡ്. എന്തായാലും ബേസ് അല്ല. അപ്പം ഇനി അവസാനത്തെ ഒരൊറ്റ ട്രൈ കൂടിയുണ്ട്. ഫൈനൽ ഗൈസ്. ഫൈനൽ ട്രൈ. അപ്പോൾ ഫൈനൽ ട്രൈ നമ്മൾ സൈൻ കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ലെറ്റ് സൈൻ. നോ. അഗെയിൻ ആൻഡ് അഗെയിൻ ബേസാണ് ഗൈസ്. ഇപ്പോൾ ഗൈസ്, അപ്പോൾ യൂറോപ്യൻ ക്ലബ്ബ് നമ്മുടെ ഉള്ള ഫ്രീ ട്രൈ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതാണ്. സ്പാനിഷ് ലീഗ് ഗാർഡിയൻസ്, ജോർഡി ആൽബ, സെർജിയോ ബുസ്കറ്റ്സ്, ഇക്കർ കാസിയസ് ഒക്കെ ഉള്ളതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു GKൻ്റെ അഭാവമാണ് ഉള്ളത്. GK 99, മാനുവൽ ന്യൂയർ ആണുള്ളത്. അപ്പോൾ ഈ കസിയസിന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ടാർഗറ്റ്. ഏതായാലും 200 കോയിൻ ഉണ്ട്. നമുക്ക് രണ്ട് സൈനിനുള്ള വകയാണ് നമുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏതായാലും കൊടുത്തു നോക്കാം. കിട്ടുമില്ലോ ഒന്നും അറിയില്ല. അപ്പോൾ കൊടുത്തു നോക്കാം ഗൈസ്. 1 2 3 ഗൈസ്. അപ്പോൾ ലൈറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ലൈറ്റിംഗ് ഉണ്ട്. കൊണാമിയാണ്, വിശ്വസിക്കാൻ പറ്റില്ല. നോ ഗൈസ്, ലൈനൊന്നും കാണുന്നില്ല. ഇതൊരു GK ആണ് ഗൈസ്. ഓ ഗൈസ്, ബേസാണ്. ലൈറ്റ് അടിച്ച് പറ്റിച്ചിരിക്കുകയാണ് കൊണാമി. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഒറ്റൊരു ചാൻസ് കൂടിയേ ഉള്ളൂ. 170 കോയിൻ. അതിൽ 100 കൂടി കറക്കാനുള്ള ചാൻസ് നമുക്കുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ടച്ച് ചെയ്ത് ബാക്ക് അടിച്ച് നോക്കാം ഗൈസ്. അപ്പം ഇക്കർ കാസിയസ് വീണ്ടും ഒരു 100 കോയിൻ കൊടുക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആരെയും കിട്ടിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ലെറ്റ് സൈൻ ഗൈസ്. നോ ആനിമേഷൻ. ലെറ്റ് സ്കിപ്പ് ഗൈസ്. ഒരു ബേസാണ്. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞിരിക്കുകയാണ്. 5 സൈൻ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 5 ഒരൊറ്റ എപ്പിക്ക് പോലും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഗൈസ്.
അപ്പോൾ നമുക്ക് ഇനി ഒരേ ഒരു പാക്ക് കൂടി ഓപ്പൺ ചെയ്യാണ്ട്, അത് നമ്മുടെ വേൾഡ് വൈഡിൻ്റെ ആണ്. അപ്പോൾ നമുക്കിനി അതുകൂടി ലാസ്റ്റ് അവസാനത്തെ ഫ്രീ ട്രൈ ആയ വേൾഡ് വൈഡും കൂടി നമുക്ക് സൈൻ ചെയ്യാം ഗൈസ്. അപ്പോൾ ബെല്ലിംഗ്ഹാമിന് കിട്ടിയ നല്ലതായിരുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും സൈൻ കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ലെറ്റ് സൈൻ. ആര് കിട്ടുമെന്നൊന്നും അറിയില്ല. വെയിറ്റിംഗ് ഫോർ ഒരു CF-നൊന്നും കിട്ടില്ല ഗൈസ്. കൊണാമി എപ്പോഴും CF-നെ തന്ന് പറ്റിക്കും. എപ്പോഴുള്ളതാണ്. ആവശ്യമുള്ളതിനൊക്കെ തരും. ആവശ്യമില്ലാത്തതാണ് ഇത് ഗൈസ്. ഓ ഗൈസ്, പറഞ്ഞ പോലെ തന്നെ 93 ഒരു CMF ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വന്നിരിക്കുകയാണ് ഗൈസ്. ആവശ്യമുള്ളതൊന്നും തരില്ല ഗൈസ്. ആവശ്യമില്ലാതെ CF ഒക്കെ ഓൾറെഡി സെറ്റാണ്. CF-ന് ആവശ്യമില്ല ഗൈസ്. ടീമിലിടുമ്പോൾ 97 കിട്ടുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഞാൻ റിലീസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.